നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിർണായക ദിനമാണ്. ധനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ, കേരളത്തോടുള്ള സമീപനം, കേരളത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കണം, അതിനുള്ള ആർജവം അദ്ദേഹത്തിനുണ്ടോ, തുടർന്നുള്ള കാര്യങ്ങളിലെല്ലാം ഒരു വിലയിരുത്തൽ, ഒരു മാർക്കിടൽ കേരളം ഇന്ന് നടത്തും. കാരണം വി.ഡി. സതീശൻ ഇന്ന് കന്നി ബജറ്റ് അവതരിപ്പിക്കുകയാണ്. നമുക്കറിയാം, മുഖ്യമന്ത്രി കസേരയിൽ അദ്ദേഹം കയറിയ ഉടനെ ചില നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. അത് ചിലതൊക്കെ കയ്യടികൾ നേടിക്കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ധനകാര്യമന്ത്രി കൂടിയായ സതീശന്റെ പെർഫോമൻസ് അതെങ്ങനെ ഉണ്ടായിരിക്കും? അതാണ് ഇന്ന് കേരളം കാണാൻ പോകുന്നത്. ഇന്ന് അദ്ദേഹത്തെ ഒരു ധനമന്ത്രി എന്ന നിലയിൽ കൂടി കേരളം വിലയിരുത്താൻ പോകുകയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായക ദിവസം തന്നെയാണ് ഇന്ന്. ഇടതുപക്ഷത്തെ തകർത്തെറിഞ്ഞ് അധികാരത്തിലെത്തിയ UDF സർക്കാരിന്റെ ദിശാസൂചകമായ ബജറ്റ് മുഖ്യമന്ത്രി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ കണ്ടെത്തി അതിൽ ഒരു കുത്തിത്തിരിപ്പുമായി ഇറങ്ങാൻ തന്നെയായിരിക്കും പ്രതിപക്ഷം ശ്രമിക്കുക. ഏതൊക്കെ വിഷയങ്ങളിൽ സതീശന് പിഴവ് സംഭവിക്കുന്നുവോ അവിടെയെല്ലാം കടന്നുകയറി അതിരൂക്ഷ വിമർശനം നടത്താനും ധനകാര്യമന്ത്രി എന്ന കസേരയിൽ സതീശൻ വേസ്റ്റ് ആണ് എന്നുള്ള വാദം ഉയർത്താനും തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് പ്രതിപക്ഷം. എന്നാൽ അതിനൊരു ഇട വരുത്തുമോ സതീശൻ? അതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ധനകാര്യ വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി രാവിലെ 9 മണിക്കാണ് ബജറ്റ് അവതരണം തുടങ്ങുന്നത്. ഇത് മാത്രമല്ല, ഇന്നത്തെ ബജറ്റ് അവതരണത്തിന് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. 10 വർഷത്തെ പിണറായി ഭരണം അവസാനിപ്പിച്ച് ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറിയ UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് എന്ന നിലയിലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ എങ്ങനെ സമന്വയിപ്പിക്കും എന്നതിലാകും ഏറെ ആകാംക്ഷയോടെ കേരളക്കര ഈ ബജറ്റിനെ ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര തുടങ്ങിയ ചില ജനകീയ നടപടികൾ, പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് സർക്കാർ വലിയ കയ്യടി നേടി നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ബജറ്റ് ഏറ്റവും നിർണായകമാണ്. വിലക്കയറ്റമൊക്കെ അതിരൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. സാധാരണക്കാർക്ക് ഈ ബജറ്റിൽ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും, സാധാരണക്കാർക്കൊപ്പമാണോ ഈ സർക്കാർ എന്നുള്ളത് ഇന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. ഇതോടെ കേരളത്തിന്റെ ചരിത്രത്തിൽ മുഖ്യമന്ത്രി പദത്തിലിരുന്ന് ബജറ്റ് അവതരിപ്പിക്കുന്ന അപൂർവം നേതാക്കളുടെ പട്ടികയിലേക്ക് കൂടി വി.ഡി. സതീശൻ തന്റെ പേര് കൂട്ടിച്ചേർക്കുകയാണ്. ആർ. ശങ്കർ, ഉമ്മൻചാണ്ടി എന്നിവർക്ക് ശേഷം ധനവകുപ്പ് കൈകാര്യം ചെയ്ത് ബജറ്റ് അവതരിപ്പിക്കുന്ന 4ാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി കൂടിയാണ് വി.ഡി. സതീശൻ. സംസ്ഥാനത്തെ ഒരു ആഗോള തുറമുഖ വാണിജ്യ ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ള മിഷൻ സമുദ്ര ഉൾപ്പെടെയുള്ള വമ്പൻ വികസന പദ്ധതികളുടെ പ്രഖ്യാപനം ഇന്നത്തെ ബജറ്റിൽ ഉണ്ടായേക്കുമെന്നാണ് സൂചന. കേരളത്തിന്റെ നീണ്ട തീരദേശത്തെയും തുറമുഖങ്ങളെയും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബ്ലൂ എക്കോണമി മാസ്റ്റർ പ്ലാൻ ആകും ഇത്. മാത്രമല്ല, വി.ഡി. സതീശൻ മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്ന ഘട്ടത്തിലൊക്കെ അദ്ദേഹം ചില ചാനൽ ചർച്ചകളിലൊക്കെ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിൽ അദ്ദേഹം കേരളത്തിനെ ഏത് രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് ഒരു ദീർഘവീക്ഷണമുള്ള ആളായിട്ടാണ് ആ ഇന്റർവ്യൂവിലൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ആ ഒരു ദീർഘവീക്ഷണമൊക്കെ ഈ ബജറ്റിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. കൂടാതെ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF മുന്നോട്ട് വെച്ച ജനപ്രിയ വാഗ്ദാനങ്ങളായ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതികൾക്കും ബജറ്റിൽ പണം വകയിരുത്തുമോ? കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന സ്കോളർഷിപ്പ് പദ്ധതി ഈ അധ്യയന വർഷം തന്നെ നടപ്പിലാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനായുള്ള കൃത്യമായ മാപ്പ് ബജറ്റിൽ ഉണ്ടാകും. കാരുണ്യ പദ്ധതിക്ക് പകരമായി വിഭാവനം ചെയ്യുന്ന ഉമ്മൻചാണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി, യുവാക്കൾക്കുള്ള പലിശരഹിത വായ്പകൾ, സാമൂഹ്യക്ഷേമ പെൻഷൻ വർധനവ് എന്നിവയെക്കുറിച്ചുള്ള നിർണായക പ്രഖ്യാപനങ്ങളും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിന്റെ പൊതുകടം 5 ലക്ഷം കോടി കടന്നു നിൽക്കുന്ന അതീവ ഗുരുതരമായ സാമ്പത്തിക സാഹചര്യത്തിലാണ് വി.ഡി. സതീശൻ ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത്. സർക്കാർ പുറത്തുവിട്ട ധനകാര്യ വകുപ്പ് ധവളപത്രം സംസ്ഥാനത്തിന്റെ ദയനീയമായ സാമ്പത്തിക അവസ്ഥ വ്യക്തമാക്കുന്നതായിരുന്നു. മുൻ സർക്കാർ ജനുവരിയിൽ അവതരിപ്പിച്ച ബജറ്റിലെ വരുമാന കണക്കുകളും യഥാർത്ഥ വരുമാനവും തമ്മിൽ വലിയ അന്തരമുണ്ടെന്നാണ് പുതിയ സർക്കാരിന്റെ വാദം. കേന്ദ്ര വിഹിതത്തിൽ വന്ന വൻ കുറവും ഖജനാവിനെ ബാധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ക്ഷേമ പദ്ധതികൾക്ക് പണം കണ്ടെത്താനും ഖജനാവ് നിറയ്ക്കാനുമുള്ള കടുത്ത വരുമാന സഹകരണ നടപടികളിലേക്ക് സർക്കാരിന് കടക്കേണ്ടി വരും. നികുതി പിരിവ് ഊർജിതമാക്കൽ, ധൂർത്തൊഴിവാക്കൽ, തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പുതിയ മാർഗങ്ങൾ എന്നിവ ബജറ്റിൽ നിർദ്ദേശിച്ചേക്കും. കിഫ്ബിയുടെ ഘടനയിൽ വരുത്തേണ്ട മാറ്റങ്ങളും ബജറ്റിൽ പ്രതിഫലിക്കും.
ധനപ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന് ഖജനാവിൽ പണം നിറയ്ക്കാനുള്ള നടപടികളും ബജറ്റിലുണ്ടാകും. മദ്യവില വർധന, മദ്യത്തിന് പ്രത്യേക സെസ്, ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിക്കൽ തുടങ്ങിയ നിർദ്ദേശങ്ങൾ വരുമാന വർധനയ്ക്ക് സർക്കാർ പരിഗണനയിലുണ്ടാകും എന്നാണ് വിവരം. വെറുമൊരു ഭരണാധികാരിയല്ല, മറിച്ച് തനിക്ക് നേരെ ഉയർന്ന രാഷ്ട്രീയ വെല്ലുവിളികളെയും തടയലുകളെയും ജനപിന്തുണയുടെ കരുത്തിൽ മറികടന്ന് ധനവകുപ്പിന്റെ ചെങ്കോലും കൈകളിലേന്തിയാണ് സതീശൻ ജനങ്ങളിലേക്ക് ഇന്ന് ബജറ്റുമായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ ഭരണപരാജയങ്ങളിൽ വലഞ്ഞ ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന പ്രഖ്യാപനങ്ങൾ കേരളക്കര പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് വി.ഡി. സതീശന്റെ ബജറ്റ് അവതരണത്തെ ഒരു പ്രതീക്ഷയോടെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. നിരാശപ്പെടുത്തേണ്ടി വന്നാൽ, അതായത് മുഖ്യമന്ത്രി, ധനമന്ത്രി അവരെ നിരാശപ്പെടുത്തുകയാണെങ്കിൽ അവർ ഒരു മാർക്ക് അങ്ങിടും. ഇത് സതീശനെ സംബന്ധിച്ചിടത്തോളം പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ മുന്നോട്ടുള്ള പോക്കിനെയും ബാധിക്കുന്നത് തന്നെയാകും. 2011 UDF സർക്കാരിൻ്റെ കാലത്ത് കേരളം മുഴുവൻ ധനമന്ത്രി സ്ഥാനത്തേക്ക് ഉറപ്പിച്ച് പ്രതീക്ഷിച്ചിരുന്ന ഒരേ ഒരു പേര് വി.ഡി. സതീശൻ്റേതായിരുന്നു. 2006-11 കാലത്തെ V.S. അച്യുതാനന്ദൻ സർക്കാരിൻ്റെ ലോട്ടറി അഴിമതി അടക്കമുള്ള ജനവിരുദ്ധ നയങ്ങൾ സഭയ്ക്കകത്തും പുറത്തും സിംഹഗർജനത്തോടെ തുറന്നുകാട്ടിയത് സതീശനായിരുന്നു. ലോട്ടറി മാഫിയക്കെതിരെയും അഴിമതികൾക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യത്തിലാണ് അന്ന് UDF അധികാരത്തിൽ തിരിച്ചെത്തിയത്. എന്നാൽ അന്ന് മുന്നണിയിലെയും പാർട്ടിയിലെയും ചില സങ്കീർണമായ സാമുദായിക രാഷ്ട്രീയ സമവാക്യങ്ങൾക്കിടയിൽ സതീശന് മന്ത്രിസഭയിൽ ഇടം പോലും നൽകാതെ ചിലർ വെട്ടിനിരത്തി. എന്നാൽ കാലം അത്രമേൽ മനോഹരമായ ഒരു തിരിച്ചുവരവാണ് സതീശന് കാത്തുവച്ചിരുന്നത്. 2021 കനത്ത തോൽവിയോടെ കോൺഗ്രസ് തകർന്നടിഞ്ഞപ്പോൾ പാർട്ടി അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായി ചുമതലപ്പെടുത്തി. ഈ ഒരു തീരുമാനം കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാഗധേയം തന്നെ മാറ്റിമറിച്ചു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സതീശൻ നയിച്ച സമാനതകളില്ലാത്ത പോരാട്ടങ്ങൾ ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് 102 സീറ്റുകളുടെ വമ്പൻ ഭൂരിപക്ഷത്തോടെയുള്ള ഭരണ തുടർച്ചയാണ് സമ്മാനിച്ചത്. അന്ന് ധനമന്ത്രി സ്ഥാനത്ത് നിന്ന് തഴയപ്പെട്ട സതീശൻ ഇന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് ധനവകുപ്പും സ്വന്തം കൈകളിൽ നിലനിർത്തി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അത് ചരിത്രത്തിൻ്റെ ഒരു കാവ്യനീതി തന്നെയാണ്. രണ്ടാം അച്യുതമേനോൻ മന്ത്രിസഭയിൽ പറവൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് അംഗവും ധനകാര്യ നിയമ വകുപ്പ് മന്ത്രിയുമായിരുന്ന KT ജോർജിന് ശേഷം വീണ്ടും ഒരു പറവൂരുകാരൻ ബജറ്റ് അവതരിപ്പിക്കുന്നു എന്ന പ്രാദേശികമായ പ്രത്യേകതയും ഇത്തവണയുണ്ട്. 1972 ഫെബ്രുവരി 25-നാണ് KT ജോർജ് തൻ്റെ കന്നി ബജറ്റ് അവതരിപ്പിച്ചത്. കൃത്യം 54 വർഷങ്ങൾക്ക് ശേഷമാണ് പറവൂരിൽ നിന്നുള്ള നിയമസഭാ അംഗമായ മുഖ്യമന്ത്രി V.D. സതീശൻ തൻ്റെ ആദ്യ ധനനയരേഖ സഭയിൽ അവതരിപ്പിക്കുന്നത്. ഇതോടെ കേരളത്തിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി എന്ന അപൂർവ ബഹുമതിയും സതീശന് സ്വന്തമാകുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.